അടുപ്പൊന്ന് കത്തിക്കുക. ഇതേപോലെ ചെറിയ കുക്കർ അങ്ങോട്ട് വെക്കുക. ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആ കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് കൂടെ കീറി അങ്ങോട്ട് ഇട്ടാൽ അതിന് ശേഷം ഇതേപോലെ ഇളക്കി ഈ അരക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഒരു 3 വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കും. തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടിയും കൂടി, കുറച്ച് വെള്ളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ച് കൊടുക്കുക. ഒരു 2 വിസിലടിച്ചതിന് ശേഷം ഇത് താഴോട്ട് വെക്കാം. ഇനി നമുക്കിതിന് ഇച്ചിരി അരപ്പൊക്കെ വേണം കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂട്ടത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് ഇപ്പോൾ വരാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്കൊരല്പം കടുക് വന്നിട്ട് ഒരു 3-4 കൊച്ചുള്ളി അരിച്ച് വെച്ചിരിക്കും. കൂട്ടത്തിൽ 2 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പില. അപ്പോൾ ഈ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം മുളക് പൊടി, കാര്യം ഒരു ഇത്തിരി കളറിനൊക്കെയാണ്, അതൊന്ന് ഇളക്കി ഇത് നമുക്ക് ഈ കുക്കറിൻ്റെ അകത്തിരിക്കുന്ന ഈ ഐറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കാം. ഒന്ന് ഇളക്കി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് ഇങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ അതിന് ശേഷം ഇത് ഒഴിച്ചു. ഒരുപാടൊക്കെ തിളച്ച് പോകണ്ട, നല്ലപോലെ ചൂടാക്കിയാൽ മാത്രം മതി. ഇതുപോലെ ചെറിയൊരു തിള വരുമ്പോൾ അടുപ്പൊക്കെ നിർത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.